പ്രതിപാദിച്ചുകൊണ്ട് മനാറുൽ ഹുദ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി കണ്ണിയന ബോക്കർ മാഷ് നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്കറിയാം, നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ സെഷനിൽ ബഹുമാനായിട്ട് ഡോക്ടർ പി അബ്ദുൽ ഹക്ക് സാറ്, ഈ സെഷൻ്റെ ഉദ്ഘാടകൻ കൂടിയായ അദ്ദേഹം കഴിഞ്ഞ സെഷനിൽ നമ്മളോട് സംസാരിച്ചു. അടുത്ത നാളുകളിൽ ഈ മനാറുൽ ഹുദ സ്ഥാപനത്തിന് കീഴിൽ ആരംഭിക്കുന്ന ഒരു വിദ്യാലയത്തെക്കുറിച്ച് അദ്ദേഹം നമ്മോട് സംസാരിക്കുകയുണ്ടായി. സ്കൂൾ ഓഫ് ക്വാളിറ്റി ലൈഫ് എന്നാണ് ആ വിദ്യാലയത്തിൻ്റെ പേര്. നമ്മുടെ സമൂഹത്തിൽ, മുസ്ലിം സമൂഹത്തിൽ പ്രത്യേകിച്ചും വൈവാഹിക രംഗത്തും ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയും ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിൽ ഉള്ള കൂടുതൽ അനിവാര്യമായിട്ടുള്ള ഇടപെടൽ ആവശ്യമുള്ള മേഖലയിൽ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കോഴ്സുകൾ നടത്തുന്ന ഒരു വിദ്യാലയത്തിന്, സ്കൂളിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. സ്കൂൾ ഓഫ് ക്വാളിറ്റി ലൈഫ് എന്ന ഈ വിദ്യാലയം അത് ഡി അഡിക്ഷൻ സെൻറ്റർ, പ്രീ മാരേജ് കോഴ്സ്, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് കോഴ്സ് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള പരിശീലന പരിപാടികളാണ് ആ സ്കൂൾ ലക്ഷ്യം വെക്കുന്നത്. ഈ സംരംഭവുമായി എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിൽ ഈ സെമിനാറിൻ്റെ സമാപന സെഷനിൽ ബഹുമാനായിട്ടുള്ള നൗഷാദ് ഉപ്പടയുടെ ഒരു ഗാനവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നല്ലവരായിട്ടുള്ള സഹോദരന്മാരെയും ഈ ശബ്ദം ശ്രവിക്കുന്ന ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സ്ഥാപനത്തിൻ്റെ വിവിധ പ്രവർത്തന പരിപാടികളെ പരിചയപ്പെടുത്തി നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനായിട്ടുള്ള കണ്ണിയന്ന ബോക്കർ മാഷോട് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അയ്യുൽ ഇഖ്വാൻ തഖ്വല്ലാഹി ഇബാദല്ലാഹ്. അധ്യക്ഷവേദിയിലുള്ള ബഹുമാന്യരായ നേതാക്കളെ, എൻ്റെ മുന്നിലും സദസ്സിലുമുള്ള സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരികളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ വളരെ സന്തോഷകരമായ ഒരവസരത്തിലാണിപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്നലെ ഇവിടെ ഈ സ്റ്റേജിൽ വെച്ച് നമ്മൾ വലിയ വിപുലമായ ഒരു പരിപാടി നമ്മുടെ കുട്ടികളുടെ ഒരു വലിയ കലാപരിപാടി ഇവിടെ നടത്തുകയുണ്ടായി. ഈ ഇതിൻ്റെ മുമ്പിലുള്ള മൈതാനവും അതുപോലെ തന്നെ നമ്മുടെ ഈ കോമ്പൗണ്ടും ഈ സ്ഥലങ്ങളെല്ലാം നിറഞ്ഞു കവിഞ്ഞിരുന്ന ഒരു മഹാസദസ്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നും അതിനെ തുടർന്ന് ഇന്നത്തെ ഈ പരിപാടിയിലും ഈ നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന ഈ സദസ്സിനോട് നമ്മുടെ ഈ സ്ഥാപനത്തെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളത് അത്യാവശ്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഏതാനും ചുരുങ്ങിയ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത്, ഈ സ്ഥാപനം 2006 തുടക്കം കുറിച്ചത് നമുക്കറിയാം. അങ്ങാടിയിലുള്ളൊരു വാടക കെട്ടിടത്തിൽ 12 കുട്ടികളുമായി തുടക്കം കുറിച്ച് പിന്നീട് 2015 ആയപ്പോഴേക്ക് ഈ സ്ഥലം വിലക്ക് വാങ്ങി ഇവിടെ ഇതുപോലുള്ള മനോഹരമായ ഒരു കെട്ടിടവും പള്ളിയും ഒക്കെ നിർമ്മിച്ച് ഇങ്ങോട്ട് മാറുകയും തുടർന്നുള്ള അതിൻ്റെ വളർച്ചയിൽ വളരെ ശീഘ്രമായ ഒരു മുന്നേറ്റം നടത്താൻ ഞങ്ങളുടെ കമ്മിറ്റിയുടെ, അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടുകാരുടെയും അന്യനാട്ടുകാരായ ആളുകളുടെയും അഭ്യുദയകാംക്ഷികളുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത് നമുക്കറിയാം. ഇവിടെ അൽ ഫിത്ര സ്കൂൾ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സിലബസോട് കൂടി പിഞ്ചു കുട്ടികളെ, 3 വയസ്സുള്ള കുട്ടികളെ
6 വയസ്സ് വരെയുള്ള 3 വർഷത്തെ കാലഘട്ടത്തിനുള്ളിൽ ഈ നമ്മളെ കുട്ടികൾക്കാവശ്യമായ മതബോധം ഉണ്ടാക്കി തീർത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷും അറബിയും സംസാരിക്കുകയും അതുപോലെ തന്നെ കണക്കൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്ന, ഖുർആൻ ധാരാളം സൂറത്തുകൾ കാണാതെ പഠിക്കുന്ന, അതുപോലെ തന്നെ ഖുർആൻ മുഴുവൻ നോക്കി മനോഹരമായി തജ്വീദോടുകൂടി ഓതാൻ പഠിപ്പിക്കുന്ന പ്രത്യേകമായ ഒരു സിലബസാണ് ഈജിപ്തിലുള്ള നൂറുൽ ബയാൻ സിലബസ്. അതിൻ്റെ കീഴിൽ ഇപ്പോൾ 125 കുട്ടികൾ പഠിക്കുന്നു. ഇപ്പോൾ ഏകദേശം 50ഓളം കുട്ടികൾ പുതുതായി ഈ വർഷം അഡ്മിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 180ഓളം കുട്ടികൾ പഠിക്കുന്ന മഹത്തായ അൽഫിത്ര സ്കൂൾ ഇവിടെ നടന്നു വരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷത്തിന് വക നൽകുന്ന ഒരു മഹത്തായ സംരംഭമാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഈ കമ്മിറ്റിയുടെ കീഴിൽ ഇതുപോലെ തന്നെ ഇവിടെ അനാഥരായ പിതാക്കൾ മരണപ്പെട്ടുപോയി സമൂഹത്തിലെ അനാഥരായ 10 വയസ്സിൻ്റെ താഴെയുള്ള 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ഏകദേശം 100ഓളം കുട്ടികൾ, ആ കുട്ടികൾ തങ്ങളുടെ മാതാക്കളുടെ സംരക്ഷണത്തിൽ തന്നെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരികയാണ്. ആ കുട്ടികൾക്ക് മാസം തോറും 2000 രൂപ എല്ലാ മാസത്തെ ആദ്യ ഞായറാഴ്ചയും അവർ രാവിലെ ഇവിടെ 9 മണിക്ക് വരും, 4 മണിക്ക് തിരിച്ചു പോവും. അതിൻ്റെ മുമ്പിൽ അവർക്ക് കുറേ ക്ലാസ്സുകളും പഠന പരിപാടികളും ഖുർആൻ പഠനവും ഒക്കെ ആയി ആ മാതാക്കളും ആ കുട്ടികളും ഇവിടെ വന്ന് സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്ന വളരെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച നമുക്ക് എല്ലാ മാസം ആദ്യത്തെ ഞായറാഴ്ചയും ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഈ കുട്ടികൾക്ക് മാസം തോറും 2000 രൂപ വെച്ച് ഞങ്ങളിവിടെ വിതരണം ചെയ്യും. ഈ മാതാക്കൾ ആ പൈസ കൊണ്ട് ഈ കുട്ടികളെ നല്ല നിലക്ക് സംരക്ഷിച്ച് അവരുടെ പഠനം മറ്റു കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തണം. അതിന് വേണ്ട സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 100ഓളം കുട്ടികളുടെ അപേക്ഷ ഇപ്പോൾ പെൻഡിങ്ങായി കിടക്കുന്നുണ്ട്, ഇനിയും പാസ്സാക്കി കൊടുക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ സംരംഭം നമ്മളെ സമൂഹത്തിലെ ഈ അനാഥ പ്രസ്ഥാനങ്ങൾ, അനാഥാലയങ്ങൾ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മഹത്തായ കുട്ടികളെ മാതാക്കളുടെ സംരക്ഷണത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു അനാഥ സംരക്ഷണ പദ്ധതിയാണ് മലബാർ ഓർഫൻ കെയർ എന്ന പേരിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നടത്തുന്ന മറ്റൊരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ സെമിനാർ. ആ സ്ഥാപനത്തിൻ്റെ പേരിലാണ് QSS എന്ന 3 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ഖുർആൻ സയൻസ് സ്കൂൾ. അതായത് ഖുർആൻ 3 വർഷം കൊണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഞങ്ങളിവിടെ അഡ്മിഷൻ കൊടുക്കുന്നത് 5ലെയും 6ലെയും ആൺകുട്ടികൾക്കാണ്. ഈ കുട്ടികൾ 3 വർഷം കൊണ്ട് 5, 6, 7, 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ഖുർആൻ മുഴുവൻ തജ്വീദോടുകൂടി മനോഹരമായി കാണാതെ പഠിക്കുകയും അതോടൊപ്പം അവർക്ക് കേരള സിലബസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാഭ്യാസവും നൽകുന്ന നൂതന സംവിധാനം. ഇത് മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഇല്ലാത്ത ഒരു പദ്ധതിയാണ്. നമ്മുടെ വെസ്റ്റ് ജില്ലയിൽ താനൂരും അതുപോലെ തന്നെ കോഴിക്കോട് കുബാ സെൻറ്റർ, അതുപോലെ തന്നെ നമുക്കറിയാം അരിക്കുനി, അതുപോലെ ചേന്നമംഗലൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇന്ന് നടന്നു വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഇതിന് തുടക്കം കുറിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആ ഉള്ള സൗകര്യത്തിൽ 21 കുട്ടികളെയാണ് കഴിഞ്ഞ വർഷം ഇവിടെ ചേർത്ത്. ഇപ്പോൾ 8-9 മാസം കൊണ്ട് തന്നെ 10-12 ജുസ് വരെ തജ്വീദോടുകൂടി കാണാതെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായൊരു അവസ്ഥയാണ്. എങ്ങനെയായാലും ഈ കുട്ടികൾ 3 വർഷം കൊണ്ട് ഖുർആൻ മുഴുവൻ കാണാ പഠിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് 3 വർഷം ഈ കുട്ടികളവിടെ രക്ഷിതാക്കൾ നിർത്തി പഠിപ്പിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങളിവിടെ ഭംഗിയായി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങളോട് സഹകരിക്കുന്ന ധാരാളം രക്ഷകർത്താക്കൾ ഇത്തവണ ഇപ്പോൾ കുറേ കുട്ടികളുടെ അപേക്ഷകൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് ചെറിയ ഫീസ് വാങ്ങിയിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അതിൻ്റെ പേരിൽ എല്ലാ വർഷവും ഇതുപോലെ ഒരു ഖുർആൻ സെമിനാർ, നമ്മൾ ആളുകൾക്ക് ഖുർആൻ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ഖുർആൻ സെമിനാർ എന്ന പേരിൽ ഒരു പരിപാടി ഞങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ ആദ്യ വർഷത്തെ
ഖുർആൻ സെമിനാറാണ് ഇപ്പോൾ ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പദ്ധതിയാണ് മലബാർ ഓർഫൻ അതുപോലെ തന്നെ മർവ വിമൻസ് കെയർ എന്ന് പറയുന്ന ഒരു പദ്ധതി. അത് നമ്മുടെ സമൂഹത്തിലെ വിധവകളായ സ്ത്രീകൾ അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ ഒരുക്കി കൊടുക്കുക, അവർക്ക് അവരുടെ നിത്യവരുമാനത്തിന് ആവശ്യമായ ചെറിയ തൊഴിൽ സംരംഭങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുക. അതിൻ്റെ ഭാഗമായി ആട് വളർത്തൽ, കോഴി വളർത്തൽ, അതുപോലെ തന്നെ പശുവിനെ വളർത്തൽ, അതുപോലെ തന്നെ പൊടിമില്ല്, ഇങ്ങനെ ധാരാളം സംരംഭങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കുടിവെള്ള പ്രശ്നം ഏറ്റവും നേരിടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഏകദേശം 1,00,000 അടുത്ത് ഒരു കിണറിന് ചെലവ് വരും. ആ രൂപത്തിൽ ഇപ്പം ഞങ്ങൾ ഈ പ്രദേശത്ത് ഏകദേശം 80ഓളം കിണറുകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയുണ്ടായി. കിണറും ടാങ്കും മോട്ടറും ഒക്കെ ആയിട്ട് ആ ആളുകൾക്ക് ആ കുടുംബത്തിന് മാത്രമല്ല എല്ലാ ചുറ്റുവട്ടത്തിലുള്ള മുഴുവൻ ആളുകൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള പദ്ധതിയാണത്. കുടിവെള്ള പ്രശ്നം അത് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 18 കിണറുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. ഇതുപോലെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിനൊക്കെ ഞങ്ങളെ സഹായിക്കുന്ന അഭ്യുദയകാംക്ഷികളായ ഈ നാട്ടുകാരും അന്യ നാട്ടുകാരും അതുപോലെ തന്നെ നമ്മളറിയാത്ത വ്യക്തികളൊക്കെ നമ്മളിതിനു വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇതിനൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായവും സഹകരണവും ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഈ വർഷം ഇവിടെ ഇപ്പോൾ 5 ക്ലാസ് റൂമുകൾ അത്യാവശ്യമായി ഇപ്പോൾ ഈ ജൂൺ മാസത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ 5 ക്ലാസ് റൂമുകൾ അർജൻറ്റായി ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ ഷീറ്റിട്ടുകൊണ്ടുള്ള അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കമ്പിയൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച അതിൻ്റെ ഷീറ്റ് മേഴും. അത് കഴിഞ്ഞാൽ ആ പള്ളീൻ്റെ മുകളിലും കൂടി ഷീറ്റിട്ട് കൂടുതൽ സൗകര്യപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ സഹായവും സഹകരണവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ്. ഈ പരിശുദ്ധ റമദാൻ വരാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം ധാരാളം ആളുകൾ ഞങ്ങളെ ഈ സംരംഭത്തിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. സദക്ക, സക്കാത്ത്, ദാനധർമ്മങ്ങളിൽ നിന്നൊക്കെ ഒരു ഭാഗം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ആത്മാർത്ഥമായി സഹകരിക്കുന്ന ആളുകളാണ് നമ്മളെ രക്ഷകർത്താക്കളും നമ്മളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഈ ആളുകളൊക്കെ. ഇത്തവണയും നിങ്ങൾ ഞങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കണം, സഹകരിക്കണം, പ്രാർത്ഥിക്കണം എന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ചുരുക്കുന്നു, ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതുപോലെ ഇവിടെ ഈ നടത്തുന്ന സംരംഭങ്ങളിൽ ഏതാനും 2-3 സീറ്റുകളും കൂടി ഈ അൽഫിത്ര സ്കൂളിലും ബാക്കിയുണ്ട്. ഖുർആൻ സയൻസ് സ്കൂളിൽ ഒരു 3-4 സീറ്റുകളും കൂടി ഉണ്ട്. വല്ല ആളുകളും ചേർക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അടുത്ത ആളുകൾക്ക് കൈമാറ്റം ചെയ്യണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന സംരംഭങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു മനോഹരമായ ഗാനം ഷെരീഫ് എളമ്പിലാക്കോട് എഴുതിയ ഒരു ഗാനം ബഹുമാന്യനായ നൗഷാദ് ഉപ്പട അദ്ദേഹം ഇവിടെ ആലപിക്കും. അതിൻ്റെ ശേഷം ബഹുമാന്യനായ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ സാറ് പ്രസംഗിക്കും. അതിനുവേണ്ടി ബഹുമാന്യനായ നൗഷാദ് മാഷ് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഒരു മുന്നേറ്റം നടത്താൻ ഞങ്ങളുടെ കമ്മിറ്റിയുടെ അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടുകാരുടെയും അന്യനാട്ടുകാരായ ആളുകളുടെയും അഭ്യുദയകാംക്ഷികളുടെയും ആത്മാർത്ഥമായ സഹകരണം കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നത് നമുക്കറിയാം. ഇവിടെ അൽഫിത്ര സ്കൂൾ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ സിലബസോട് കൂടി പിഞ്ചു കുട്ടികളെ 3 വയസ്സുള്ള കുട്ടികളെ 6 വയസ്സ് വരെയുള്ള 3 വർഷത്തെ കാലഘട്ടത്തിനുള്ളിൽ നമ്മളെ കുട്ടികൾക്കാവശ്യമായ മതബോധം ഉണ്ടാക്കി തീർത്തുകൊണ്ട് അതോടൊപ്പം തന്നെ ഇംഗ്ലീഷും അറബിയും സംസാരിക്കുകയും അതുപോലെ തന്നെ കണക്കൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്ന, ഖുർആൻ ധാരാളം സൂറത്തുകൾ കാണാതെ പഠിക്കുന്ന, അതുപോലെ തന്നെ ഖുർആൻ മുഴുവൻ
നോക്കി മനോഹരമായി തജ്വീദോടുകൂടി ഓതാൻ പഠിപ്പിക്കുന്ന പ്രത്യേകമായ ഒരു സിലബസാണ് ഈജിപ്തിലുള്ള നൂറുൽ ബയാൻ സിലബസ്. അതിൻ്റെ കീഴിൽ ഇവിടെ 125 കുട്ടികൾ പഠിക്കുന്നു. ഇപ്പോൾ ഏകദേശം 50ഓളം കുട്ടികൾ പുതുതായി ഈ വർഷം അഡ്മിഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ 180ഓളം കുട്ടികൾ പഠിക്കുന്ന മഹത്തായ അൽഫിത്ര സ്കൂൾ ഇവിടെ നടന്നു വരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും സന്തോഷത്തിന് വക നൽകുന്ന ഒരു മഹത്തായ സംരംഭമാണ്. അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ഈ കമ്മിറ്റിയുടെ കീഴിൽ ഇതുപോലെ തന്നെ ഇവിടെ അനാഥരായ പിതാക്കൾ മരണപ്പെട്ടുപോയി സമൂഹത്തിലെ അനാഥരായ 10 വയസ്സിൻ്റെ താഴെയുള്ള 1 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ഏകദേശം 100ഓളം കുട്ടികൾ, ആ കുട്ടികൾ തങ്ങളുടെ മാതാക്കളുടെ സംരക്ഷണത്തിൽ തന്നെ ഞങ്ങൾ വളർത്തിക്കൊണ്ടുവരികയാണ്. ആ കുട്ടികൾക്ക് മാസം തോറും 2000 രൂപ എല്ലാ മാസത്തെ ആദ്യ ഞായറാഴ്ചയും അവർ രാവിലെ ഇവിടെ 9 മണിക്ക് വരും, 4 മണിക്ക് തിരിച്ചു പോവും. അതിൻ്റെ മുമ്പിൽ അവർക്ക് കുറേ ക്ലാസ്സുകളും പഠന പരിപാടികളും ഖുർആൻ പഠനവും ഒക്കെ ആയി ആ മാതാക്കളും ആ കുട്ടികളും ഇവിടെ വന്ന് സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്ന വളരെ കണ്ണിന് കുളിർമയേകുന്ന ഒരു കാഴ്ച നമുക്ക് എല്ലാ മാസം ആദ്യത്തെ ഞായറാഴ്ചയും ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഈ കുട്ടികൾക്ക് മാസം തോറും 2000 രൂപ വെച്ച് ഞങ്ങളിവിടെ വിതരണം ചെയ്യും. ഈ മാതാക്കൾ ആ പൈസ കൊണ്ട് ഈ കുട്ടികളെ നല്ല നിലക്ക് സംരക്ഷിച്ച് അവരുടെ പഠനം മറ്റു കാര്യങ്ങളൊക്കെ ഭംഗിയായി നടത്തണം. അതിനു വേണ്ട സൗകര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 100ഓളം കുട്ടികളുടെ അപേക്ഷ ഇപ്പോൾ പെൻഡിങ്ങായി കിടക്കുന്നുണ്ട്, ഇനിയും പാസ്സാക്കി കൊടുക്കേണ്ടതായിട്ട്. അപ്പോൾ ഈ സംരംഭം നമ്മളെ സമൂഹത്തിലെ ഈ അനാഥ പ്രസ്ഥാനങ്ങൾ, അനാഥാലയങ്ങൾ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മഹത്തായ കുട്ടികളെ മാതാക്കളുടെ സംരക്ഷണത്തിൽ തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു അനാഥ സംരക്ഷണ പദ്ധതിയാണ് മലബാർ ഓർഫൻ കെയർ എന്ന പേരിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നടത്തുന്ന മറ്റൊരു പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഖുർആൻ സെമിനാർ. ആ സ്ഥാപനത്തിൻ്റെ പേരിലാണ് QSS എന്ന 3 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ഖുർആൻ സയൻസ് സ്കൂൾ. അതായത് ഖുർആൻ 3 വർഷം കൊണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഞങ്ങളിവിടെ അഡ്മിഷൻ കൊടുക്കുന്നത് 5ലെയും 6ലെയും ആൺകുട്ടികൾക്കാണ്. ഈ കുട്ടികൾ 3 വർഷം കൊണ്ട് 5, 6, 7, 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്ക് ഖുർആൻ മുഴുവൻ തജ്വീദോടുകൂടി മനോഹരമായി കാണാതെ പഠിക്കുകയും അതോടൊപ്പം അവർക്ക് കേരള സിലബസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാഭ്യാസവും നൽകുന്ന നൂതന സംവിധാനം. ഇത് മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ നമ്മുടെ ഈ പ്രദേശത്ത് ഇല്ലാത്ത ഒരു പദ്ധതിയാണ്. നമ്മുടെ വെസ്റ്റ് ജില്ലയിൽ താനൂരും അതുപോലെ തന്നെ കോഴിക്കോട് കുബാ സെൻറ്റർ, അതുപോലെ തന്നെ നമുക്കറിയാം അരിക്കുനി, അതുപോലെ ചേന്നമംഗലൂർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇന്ന് നടന്നു വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഇതിന് തുടക്കം കുറിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഞങ്ങൾ ആ ഉള്ള സൗകര്യത്തിൽ 21 കുട്ടികളെയാണ് കഴിഞ്ഞ വർഷം ഇവിടെ ചേർത്ത്. ഇപ്പോൾ 8-9 മാസം കൊണ്ട് തന്നെ 10-12 ജുസ് വരെ തജ്വീദോടുകൂടി കാണാതെ കുട്ടികൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായൊരു അവസ്ഥയാണ്. എങ്ങനെയായാലും ഈ കുട്ടികൾ 3 വർഷം കൊണ്ട് ഖുർആൻ മുഴുവൻ പഠിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് 3 വർഷം ഈ കുട്ടികളോടെ രക്ഷിതാക്കൾ നിർത്തി പഠിപ്പിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങളിവിടെ ഭംഗിയായി ചെയ്തു കൊടുക്കുന്നുണ്ട്. ഞങ്ങളോട് സഹകരിക്കുന്ന ധാരാളം രക്ഷകർത്താക്കൾ ഇത്തവണ ഇപ്പോൾ കുറേ കുട്ടികളുടെ അപേക്ഷകൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് ചെറിയ ഫീസ് വാങ്ങിയിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. അതിൻ്റെ പേരിൽ എല്ലാ വർഷവും ഇതുപോലെ ഒരു ഖുർആൻ സെമിനാർ, നമ്മൾ ആളുകൾക്ക് ഖുർആൻ പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നടത്തുന്ന ഖുർആൻ സെമിനാർ എന്ന പേരിൽ ഒരു പരിപാടി ഞങ്ങൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ആദ്യ വർഷത്തെ ഖുർആൻ സെമിനാറാണ് ഇപ്പോൾ ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പദ്ധതിയാണ് മലബാർ ഓർഫൻ, അതുപോലെ തന്നെ മർവ വിമൻസ് കെയർ എന്ന് പറയുന്ന ഒരു പദ്ധതി. അത് നമ്മുടെ സമൂഹത്തിലെ വിധവകളായ സ്ത്രീകൾ അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ ഒരുക്കി കൊടുക്കുക,
അവർക്ക് അവരുടെ നിത്യവരുമാനത്തിന് ആവശ്യമായ ചെറിയ തൊഴിൽ സംരംഭങ്ങൾക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുക. അതിൻ്റെ ഭാഗമായി ആട് വളർത്തൽ, കോഴി വളർത്തൽ, അതുപോലെ തന്നെ പശുവിനെ വളർത്തൽ, അതുപോലെ തന്നെ പൊടിമില്ല്, ഇങ്ങനെ ധാരാളം സംരംഭങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ കുടിവെള്ള പ്രശ്നം ഏറ്റവും നേരിടുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ഏകദേശം 1,00,000 അടുത്ത് ഒരു കിണറിന് ചെലവ് വരും. ആ രൂപത്തിൽ ഇപ്പം ഞങ്ങൾ ഈ പ്രദേശത്ത് ഏകദേശം 80ഓളം കിണറുകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയുണ്ടായി. കിണറും ടാങ്കും മോട്ടറും ഒക്കെ ആയിട്ട് ആ ആളുകൾക്ക് ആ കുടുംബത്തിന് മാത്രമല്ല എല്ലാ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ ആളുകൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള പദ്ധതിയാണത്. കുടിവെള്ള പ്രശ്നം അത് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 18 കിണറുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തുകയാണ്. ഇതുപോലെ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിനൊക്കെ ഞങ്ങളെ സഹായിക്കുന്ന അഭ്യുദയകാംക്ഷികളായ ഈ നാട്ടുകാരും അന്യ നാട്ടുകാരും അതുപോലെ തന്നെ നമ്മളറിയാത്ത വ്യക്തികളൊക്കെ നമ്മളിതിനു വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇതിനൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ സഹായവും സഹകരണവും ഞങ്ങൾക്ക് ചെയ്തു തരണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഈ വർഷം ഇവിടെ ഇപ്പോൾ 5 ക്ലാസ് റൂമുകൾ അത്യാവശ്യമായി ഇപ്പോൾ ഈ ജൂൺ മാസത്തെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ 5 ക്ലാസ് റൂമുകൾ അർജൻറ്റായി ഉണ്ടാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞങ്ങൾ അതിനു വേണ്ടി ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടുകൊണ്ടുള്ള അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കമ്പിയൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച അതിൻ്റെ ഷീറ്റ് മേഴും. അത് കഴിഞ്ഞാൽ ആ പള്ളീൻ്റെ മുകളിലും കൂടി ഷീറ്റിട്ട് കൂടുതൽ സൗകര്യപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ സഹായവും സഹകരണവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം എന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ്. ഈ പരിശുദ്ധ റമദാൻ വരാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം ധാരാളം ആളുകൾ ഞങ്ങളെ ഈ സംരംഭത്തിൽ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. സദക്ക, സക്കാത്ത്, ദാനധർമ്മങ്ങളിൽ നിന്നൊക്കെ ഒരു ഭാഗം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ആത്മാർത്ഥമായി സഹകരിക്കുന്ന ആളുകളാണ് നമ്മളെ രക്ഷകർത്താക്കളും നമ്മളോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഈ ആളുകളൊക്കെ. ഇത്തവണയും നിങ്ങൾ ഞങ്ങളെ ആത്മാർത്ഥമായി സഹായിക്കണം, സഹകരിക്കണം, പ്രാർത്ഥിക്കണം എന്ന് ആത്മാർത്ഥമായി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ ചുരുക്കുന്നു, ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇതുപോലെ ഇവിടെ ഈ നടത്തുന്ന സംരംഭങ്ങളിൽ ഏതാനും 2-3 സീറ്റുകളും കൂടി ഈ അൽഫിത്ര സ്കൂളിലും ബാക്കിയുണ്ട്. ഖുർആൻ സയൻസ് സ്കൂളിൽ ഒരു 3-4 സീറ്റുകളും കൂടി ഉണ്ട്. വല്ല ആളുകളും ചേർക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അടുത്ത ആളുകൾക്ക് കൈമാറ്റം ചെയ്യണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന സംരംഭങ്ങളെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്ന ഒരു മനോഹരമായ ഗാനം ഷെരീഫ് എളമ്പിലാക്കോട് എഴുതിയ ഒരു ഗാനം ബഹുമാന്യനായ നൗഷാദ് ഉപ്പട അദ്ദേഹം ഇവിടെ ആലപിക്കും. അതിൻ്റെ ശേഷം ബഹുമാന്യനായ ഇയച്ചേരി കുഞ്ഞികൃഷ്ണൻ സാറ് പ്രസംഗിക്കും. അതിനുവേണ്ടി ബഹുമാന്യനായ നൗഷാദ് മാഷ് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. മലയാളക്കരയിൽ മലബാറിലൊളി വീശും മാനാറുൽ ഹുദ തൂകും വെളിച്ചം, മാനത്ത് താരകമൊത്ത് താഴത്ത് വന്നതുപോലെ വർണ്ണങ്ങൾ പാകി പാകി തെളിച്ചം. മലയാളക്കരയിൽ മലബാറിലൊളി വീശും മാനാറുൽ ഹുദ തൂകും വെളിച്ചം, മാനത്ത് താരകമൊത്ത് താഴത്ത് വന്നതുപോലെ വർണ്ണങ്ങൾ പാകി പാകി തെളിച്ചം. കാലങ്ങൾ പിന്നോട്ടേക്ക് മനസ്സൊന്ന് ചാലിപ്പിച്ചാൽ കാണുന്നു തരിശായ ഭൂമി. കാലങ്ങൾ പിന്നോട്ടേക്ക് മനസ്സൊന്ന് ചാലിപ്പിച്ചാൽ കാണുന്നു തരിശായ ഭൂമി. ഇന്നിപ്പോൾ അനവധി കുസുമങ്ങൾ വിരിയുന്ന പൂന്തോപ്പായി നാട് മാറി. ഇന്നിപ്പോൾ അനവധി കുസുമങ്ങൾ വിരിയുന്ന പൂന്തോപ്പായി നാട് മാറി.
മലയാളക്കരയിൽ മലബാറിലൊളി വീശും മാനാറുൽ ഹുദ തൂകും വെളിച്ചം മാനത്തെ താരകമൊന്ന് താടത്ത് വന്നതുപോലെ വർണ്ണങ്ങൾ പാകി പാകി തെളിച്ചം ആരെയും കൊതിപ്പിക്കും മൽഫിത്തിറ മലർവാടി ആരോമൽ കുരുന്നുകൾ പാടി ആരെയും കൊതിപ്പിക്കും മൽഫിത്തിറ മലർവാടി ആരോമൽ കുരുന്നുകൾ പാടി മലബാർ ഓർഫനേജ് കയറിന്റെ പരിമളം മഹനീയ മാതൃകയായി മലബാർ ഓർഫനേജ് കയറിന്റെ പരിമളം മഹനീയ മാതൃകയായി മലയാളക്കരയിൽ മലബാറിലൊളി വീശും മാനാറുൽ ഹുദ തൂകും വെളിച്ചം മാനത്തെ താരകമൊന്ന് താടത്ത് വന്നതുപോലെ വർണ്ണങ്ങൾ പാകി പാകി തെളിച്ചം ഖുർആനിൻ വിശുദ്ധിയും സയൻസിന്റെ വിഭവവും QSS പുതുമകൾ ചൂടി ഖുർആനിൻ വിശുദ്ധിയും സയൻസിന്റെ വിഭവവും QSS പുതുമകൾ ചൂടി വിടരുന്ന പുലരി തൊട്ടിസ്ലാഹിൻ ആദർശത്തെ നെഞ്ചോട് ചേർക്കുകയായി വിടരുന്ന പുലരി തൊട്ടിസ്ലാഹിൻ ആദർശത്തെ നെഞ്ചോട് ചേർക്കുകയായി മലയാളക്കരയിൽ മലബാറിലൊളി വീശും മാനാറുൽ ഹുദ തൂകും വെളിച്ചം മാനത്തെ താരകമൊന്ന് താടത്ത് വന്നതുപോലെ വർണ്ണങ്ങൾ പാകി പാകി തെളിച്ചം കാമ്പസിൻ കളിമുറ്റം കാതിരുകൾ വിളയുന്ന ആത്മീയ സുഖമനുഭൂതി കാമ്പസിൻ കളിമുറ്റം കാതിരുകൾ വിളയുന്ന ആത്മീയ സുഖമനുഭൂതി കാലത്തിൻ ചരിതത്തിൽ കുറിക്കട്ടെ മനാറിന്റെ മായാത്ത സൽക്കർമ്മ വീതി കാലത്തിൻ ചരിത്രത്തിൽ കുറിക്കട്ടെ മനാറിന്റെ മായാത്ത സൽക്കർമ്മ വീതി മലയാളക്കരയിൽ മലബാറിലൊളി തൂകും മാനാറുൽ ഹുദ തൂകും വെളിച്ചം മാനത്തെ താരകമൊന്ന് താടത്ത് വന്നതുപോലെ വർണ്ണങ്ങൾ പാകി പാകി തെളിച്ചം ദുനിയാവിൽ സുഹൃതവും പരലോക വിജയവും നേടാനായി നല്ല കർമ്മപാത ദുനിയാവിൽ സുഹൃതവും പരലോക വിജയവും നേടാനായി നല്ല കർമ്മപാത മാനാറുൽ ഹുദ തണൽ വീരിച്ചെന്നും അവശരിൽ ആശ്വാസ കിരണങ്ങൾ വീശി മാനാറുൽ ഹുദ തണൽ വീരിച്ചെന്നും അവശരിൽ ആശ്വാസ കിരണങ്ങൾ വീശി മലയാളക്കരയിൽ മലബാറിലൊളി വീശും മാനാറുൽ ഹുദ തൂകും വെളിച്ചം മാനത്തെ താരകമൊന്നു താടത്ത് വന്നതുപോലെ വർണ്ണങ്ങൾ പാകി പാകി തെളിച്ചം ഈ കൊച്ചു സ്ഥാപനത്തെ കെട്ടിപ്പാടുത്തുയർത്തുവാൻ മുന്നിട്ട മനസ്സുകളേറെ ഈ കൊച്ചു സ്ഥാപനത്തെ കെട്ടിപ്പാടുത്തുയർത്തുവാൻ മുന്നിട്ട മനസ്സുകളേറെ ത്യാഗവും സഹനവും കൊണ്ടു നന്മ വിതച്ചുള്ള കൽബുകൾക്കല്ലാഹ് തുണയേക് ത്യാഗവും സഹനവും കൊണ്ടു നന്മ വിതച്ചുള്ള കൽബുകൾക്കല്ലാഹ് തുണയേക് മലയാളക്കരയിൽ മലബാറിലൊളി വീശും
മനാറുൽ ഹുദ തൂകും വെളിച്ചം മാനത്തെ താരകമൊന്ന് താടത്ത് വന്നതുപോലെ വർണ്ണങ്ങൾ പാറി പാറി തെളിച്ച് മലയാളക്കരയിൽ മലബാറിലൊളി വീശും മാനാറുൽ ഹുദ തൂകും വെളിച്ചം മാനത്തെ താരകമൊന്ന് താടത്ത് വന്നതുപോലെ വർണ്ണങ്ങൾ പാകി പാകി തെളിച്ചും. എൻ്റെ എല്ലാ പ്രസംഗങ്ങളുടെയും മുമ്പേ ഒരു പ്രതിജ്ഞയുണ്ട് എൻ്റെ ഫാത്തിഹയായി. അതാദ്യമായി ഞാൻ ആവർത്തിക്കട്ടെ. അതിൻ്റെ കഥ ഒക്കെ പിന്നീട് പറയാം. എൻ്റെ പ്രതിജ്ഞ നിങ്ങളുടെ പരിഗണനയ്ക്കും പരിചിന്തനത്തിനുമായി സമർപ്പിക്കുകയാണ് ദൈവനാമത്തിൽ. നമ്മുടെ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഉന്നതങ്ങളായ മാനുഷിക മൂല്യങ്ങളുടെ നിലനിൽപ്പിനും വേണ്ടി അനവരതം പോരാടുകയും ജീവത്യാഗം വരെ വരിക്കുകയും ചെയ്ത കർമ്മയോഗികളുടെയും ധീരരക്തസാക്ഷികളുടെയും വീരസ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കട്ടെ. മദ്യം നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന മാരകവും വ്യാപകവുമായ ആഘാതത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ട്. മദ്യം, കഞ്ചാവ് തുടങ്ങിയവയ്ക്കെതിരെ പോരാടേണ്ടത് എൻ്റെ കടമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയില്ലെന്നും അവയെ പ്രോത്സാഹിപ്പിക്കുകയില്ലെന്നുമുള്ള എൻ്റെ വാക്കുകൾ ഇവിടെ ആവർത്തിക്കുന്നു. മാത്രമല്ല, ജീവിതാവസാനം വരെ മഹാതിന്മകൾക്കെതിരെ എൻ്റെ ആരോഗ്യത്തിൻ്റെയും ആയുസ്സിൻ്റെയും അർത്ഥലബ്ധിയുടെയും അവസരങ്ങളുടെയും അർഹമായ പങ്ക് നീക്കിവെച്ചുകൊണ്ട് കുടുംബകാര്യങ്ങൾക്കെന്നതിലുപരി ഗൗരവത്തോടെയുള്ള എൻ്റെ പോരാട്ടം തുടരുമെന്ന പ്രതിജ്ഞ പുതുക്കുകയും ചെയ്യുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ അബൂബക്കർ മാസ്റ്റർ, അതുപോലെ ഈ വേദിയിലുള്ള സൽമാൻ മാസ്റ്റർ, ഇപ്പോൾ എത്തിയിരിക്കുന്ന അബ്ദുൽ മജീദ്, എൻ്റെ ഇടത്തും വലത്തും ഉണ്ടായിരുന്ന 2 അമീർമാർ, ഇപ്പോൾ ഗായകൻ കൂടിയായ നൗഷാദ് മാസ്റ്റർ, ഇവിടെ ഫാത്തിഹ അവതരിപ്പിച്ച ഷാഹിദ്, എന്നെ വിളിച്ചുകൊണ്ടേയിരുന്ന സമദ് മാസ്റ്റർ, അതുപോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന ദൂരെ നിന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുന്ന പരിചിതരും അപരിചിതരുമായ ആ സ്ത്രീ പുരുഷം ആബാലവൃദ്ധം ആത്മബന്ധുക്കളെ നമസ്കാരം. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടകരങ്ങളാകട്ടെ എന്നും അതിൻ്റെ പ്രതികരണം സമൂഹത്തിന് ശ്രേയസ്കരമായി ഭവിക്കട്ടെ എന്നും ദയാനിധിയായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ഞാൻ ആ പ്രതിജ്ഞയെക്കുറിച്ച് പറഞ്ഞത് 36 വർഷം മുമ്പ് 1981 ആഗസ്റ്റ് 15 എൻ്റെ ഗ്രാമത്തിൽ ആരംഭിച്ച ഒരു മദ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ മുന്നോടിയായി ഞാൻ എഴുതിയുണ്ടാക്കിയ ഒരു പ്രതിജ്ഞയാണ്. 36 കൊല്ലമായി ആയിരക്കണക്കിൽ വേദികളിൽ പറയാൻ സാധിച്ചു, ആവർത്തിക്കാൻ സാധിച്ചു. അന്നിങ്ങനെ വേണ്ടിവരുമെന്നോ സാധിക്കുമെന്നൊന്നും പ്രതീക്ഷയില്ല. പക്ഷേ ഇതൊരു പ്രതിജ്ഞയാണെന്ന് പറഞ്ഞു തുടങ്ങിയത്, ആദ്യമായി തുടങ്ങിയത് ഈ മലപ്പുറത്ത് ജില്ലാ കലക്ട്രേറ്റിന് മുമ്പിൽ ഞങ്ങൾ 953 ദിവസം നീണ്ടുനിന്ന ഒരു സത്യാഗ്രഹം ആരംഭിച്ചു. അന്നാണ് ഇങ്ങനെ പറഞ്ഞത്. അതിനൊരു കാരണമുണ്ട്. ആർക്കെങ്കിലും അറിയാമോ? ഇന്ത്യയിലെ 55 മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളിൽ പ്രധാനമാണ് മലപ്പുറം. ഇവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം ഖുർആൻ വായിക്കപ്പെടുന്നത്. ഖുർആൻ, ഫുർഖാൻ എന്ന വാക്കിനപ്പുറം, അല്ലെങ്കിൽ അത് കൂടാതെ ഖുർആന് മറ്റൊരർത്ഥമുണ്ട്. ദ മാറ്റർ ബീയിങ് റെഡ്, വായിക്കപ്പെടുന്നത്. ആ ഖുർആനിലാണ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകം കേട്ട ഈ വിശുദ്ധ വചന സംഹിതകളിലാണ് മദ്യത്തിൻ്റെ അതികർശനമായ വിലക്കുകളും താക്കീതുകളും മദ്യമില്ലാത്ത ജീവിതത്തിൻ്റെ സുഗതങ്ങളായ സന്ദേശങ്ങളും മാറ്റൊലിക്കൊള്ളുന്നത്. അവസാനമായി അവതീർണമായ ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ 3 ഘട്ടങ്ങളിലായി പ്രവാചകനിലൂടെ അല്ലാഹു അരുളി ചെയ്ത കാര്യങ്ങളാണ്. ഒന്നാമത്തെ ഘട്ടം
ഓ പ്രവാചകരെ, അവർ ലഹരിയെക്കുറിച്ച് താങ്കളോട് ചോദിക്കുമായിരിക്കും. എന്ത് പറയും? ഇങ്ങനെ പറയുക: എല്ലാറ്റിലും നന്മകളും തിന്മകളുമുണ്ട്, അതുപോലെ ലഹരിയിലുമുണ്ട്. ഏതാണോ കൂടുതൽ? നന്മയാണ് കൂടുതലെങ്കിൽ ഉപയോഗിക്കുക, തിന്മയാണ് കൂടുതലെങ്കിൽ ഉപേക്ഷിക്കുക. ഒരു തിന്മ മാത്രമേ ഉള്ളൂ, ഒരൽപ്പം പോലും നന്മയില്ലെന്ന് അറിഞ്ഞിട്ട് പോലും ആ പൈശാചിക ബന്ധത്തിൽ നിന്ന് മോചിതരാകാൻ ആളുകൾക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. രണ്ടാം ഘട്ടം, മദ്യപിച്ചുകൊണ്ട് നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് അള്ളാഹുവിന്റെ ആയത്ത് വരാൻ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം നിങ്ങൾക്കറിയാം, ജനാപത്ത് സംഭവിച്ചാൽ പോലും വൃത്തിയായി ശരീരശുദ്ധിയോടെ വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് നിനക്ക് നമസ്കാരത്തെ സമീപിക്കാം. പക്ഷേ അത്ര പോലും മദ്യപിച്ചു വരാൻ പാടില്ല. ഞാൻ പല മുസ്ലിം സദസ്സുകളിലും പറയാറുണ്ട്, ഇസ്ലാം എന്ന വാക്കിന് 5 അക്ഷരമുണ്ട്. അത് നമസ്കാര വേളകളെ കുറിച്ച് പറഞ്ഞു നോക്കൂ. ഇപ്പോൾ ബാങ്ക് കേൾക്കാൻ പോകുന്നു. ഇശാ നമസ്കാരം ഐ, പ്രഭാത നമസ്കാരം സുബൈഹ്, ളുഹർ ഉച്ച നമസ്കാരം ISL, അസ്ർ നമസ്കാരം ISLA, മഗ്‌രിബ് നമസ്കാരം ISLAM. ഇസ്ലാമിന് ചിട്ടയോടുകൂടി ഒരു ടൈം ടേബിൾ വെച്ച് ജീവിക്കാൻ ഉപയുക്തമാകും ഈ പഞ്ചസമയ നമസ്കാരങ്ങൾ. ഈ 5 നേരവും നമസ്കരിക്കാൻ സാധിക്കാത്തവർക്ക് ചില ഇളവ് ജമാക്കലുണ്ട്. നിന്റേതല്ലാത്ത കുറ്റം കൊണ്ട് സംഭവിച്ചു പോയാൽ നിർബന്ധമായി ഇത്ര നേരമെന്നുണ്ട്. എന്നാൽ മദ്യപിക്കുന്ന ഒരുത്തനും നമസ്കാരം സാധിക്കില്ല. നിനക്ക് നിന്നെ മനസ്സിലാകാത്ത സമയത്തോളം നീ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണ്ട, അത് വികലമായിരിക്കും. അതുകൊണ്ടാണ് നമസ്കാര വേളയിൽ അറ്റൻഷൻ, ശരീരം ജാഗ്രതയോടെ നിൽക്കണം. കുടി ശീലിച്ചൊരുത്തന് കിബില കാണില്ല, കുടിച്ച് ശീലിച്ചൊരുത്തന് നേരെ നിൽക്കാനാവില്ല, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയാനാവില്ല, കേട്ടാ മനസ്സിലാവില്ല. എന്തിന്? റുക്ക് എടുക്കുമ്പോ തല കുമ്പിടുമ്പോ കാലങ്ങ് പൊന്തിപ്പോവും, ബാലൻസ് കിട്ടില്ല. അതുകൊണ്ട് നിനക്ക് നിന്നെ മനസ്സിലാകാത്ത സമയത്തോളം നിസ്കരിക്കണം. അതുകൊണ്ട് പറഞ്ഞു, മദ്യപിച്ചുകൊണ്ട് നമസ്കാരത്തെ സമീപിക്കരുത്. അതൊരു നിയന്ത്രണമായിരുന്നു, കൺട്രോൾ. അവസാനമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യം തൗഹീദിലേക്കുള്ള വഴി നടത്തിക്കൽ, ആ ദൗത്യം പൂർത്തീകരിച്ചു വരുന്ന വേളയിലാണ് പറയുന്നത്, ഇനിയും നിങ്ങൾക്ക് വിരമിക്കാറായിട്ടില്ലയോ? അവിടെ വെച്ച് 5-ാം അധ്യായത്തിലെ 91-ാമത്തെ വാക്യം, അള്ളാഹുവിന്റെ വാക്യം പ്രവാചകനിലൂടെ ലോകം കേൾക്കുക. ഒരു കുട്ടി ഓടിച്ചെന്ന് ചോദിച്ചു, മാലോകരെ അറിയാമോ? എന്ത് കുട്ടി? അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ തിരുമേനിയിലൂടെ ഒരു വചനം വന്നിരിക്കുന്നു മദ്യത്തിനെതിരെ. എന്തു മോനെ? മദ്യം ഹറാമാണ്. അപ്പോഴേക്കും തൗഹീദിന്റെ ബലത്തിൽ, ഈമാന്റെ ബലത്തിൽ ആളുകൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കെ അതുവരെ കുടിച്ചു പോയവർ പോലും തൊണ്ടയിൽ കൈയിട്ട് ഛർദിച്ചു. 1400 ചില്ലാൻ ഇനി 10 കൊല്ലം കൂടി കഴിഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ട് 1500 കൊല്ലമായി. അത്രമാത്രമേ വചനങ്ങൾക്ക്, ഈ പ്രഖ്യാപനങ്ങൾക്ക്, ഈ അരുളപ്പാടുകൾക്ക് പഴക്കമുള്ളൂ. അതാണ് ഖുർആന്റെ സവിശേഷത. എന്നിട്ടും നിങ്ങൾ അറിയണം, നിങ്ങൾ കുറ്റബോധത്തോടെ അറിയണം. ഞങ്ങൾ മലപ്പുറത്ത് സത്യാഗ്രഹത്തിന് വരുമ്പോൾ 265 കള്ളുഷാപ്പുകളുണ്ട് മലപ്പുറത്ത്, 25 ബാറുകളുണ്ട്, 12 സർക്കാർ മദ്യഷാപ്പുകളുണ്ട്. ഇപ്പൊ അതിന്റെ എണ്ണത്തിൽ അല്പം വ്യത്യാസം വന്നു. ഞങ്ങളെ കൊണ്ടൊന്നുമല്ല. ആ സമരത്തെക്കുറിച്ച്, ആ സമരം എന്തിനായിരുന്നു എന്ന് എൻ്റെ ആത്മബന്ധുക്കൾ, സഹോദരികൾ, സഹോദരന്മാർ മനസ്സിലാക്കണം. നമ്മുടെ പഞ്ചായത്ത് രാജിൽ, രാജീവ് ഗാന്ധി സ്വപ്നം കണ്ട പഞ്ചായത്ത് രാജിൽ, അവസാനം CT അഹമ്മദ് അലി പഞ്ചായത്ത് മന്ത്രിയായപ്പോൾ കേരളത്തിൽ നടപ്പിൽ വന്ന പഞ്ചായത്ത് രാജിൽ
2 വകുപ്പുകളുണ്ട് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങളിൽ. ഒരു പ്രദേശത്ത് മദ്യഷാപ്പുകൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ തദ്ദേശ ഭരണകൂടങ്ങൾക്ക് അധികാരം. അത് 99 മാർച്ച് 24 കേരള ഗവൺമെന്റ് റദ്ദു ചെയ്തു. അന്ന് തൊട്ടേ ഞങ്ങൾ ഈ ജിഹാദിലാണ്. അവസാനം 2008 ആഗസ്റ്റ് 21 മലപ്പുറം കലക്ട്രേറ്റ് ഗേറ്റിൽ ഞങ്ങൾ വന്നിരുന്നു. അവിടെ ഇങ്ങനെ ഒരു നിയ്യത്തോടുകൂടി, ഒരു ഫാത്തിഹയോടുകൂടി, ഒരു പ്രതിജ്ഞയോടുകൂടി സത്യാഗ്രഹം ആരംഭിച്ചാൽ ഫലമുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഇൻഷാ അല്ലാഹ് ഉണ്ടായി. 953 ദിവസം ഞങ്ങൾ സമരം അവസാനിപ്പിക്കുമ്പോൾ ആ സത്യാഗ്രഹ പന്തലിൽ 12,500 പേർ വന്നു പോയിരുന്നു. ആ സമരത്തിന് മലപ്പുറം ജില്ല നിങ്ങൾ ചുങ്കത്തറക്കാർ വേണ്ട പ്രാധാന്യം കൊടുത്തില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഒരു കുദറത്ത് സംഭവിച്ചത്. മലപ്പുറം ജില്ലയെ മാനം കെടുത്തിക്കൊണ്ട് ഒരു മദ്യ ദുരന്തം വാണിയമ്പലത്തും കുറ്റിപ്പുറത്തും ഉണ്ടായി. ഒരു മദ്യ ദുരന്തം ഉണ്ടായാൽ ആളുകൾ പറയും എന്താ? ഒന്നെങ്കിൽ ചുങ്കത്തറ മദ്യ ദുരന്തം, അല്ലെങ്കിൽ കൊയിലാണ്ടി മദ്യ ദുരന്തം, അല്ലെങ്കിൽ വൈപ്പിൻ മദ്യ ദുരന്തം. ഇത് ലോകത്ത് വന്ന വാർത്ത മലപ്പുറം മദ്യ ദുരന്തമാണ്. അതെല്ലാവർക്കും ചങ്ക് കൊണ്ടു. അതോടുകൂടി ഒരു പാർട്ടിയുടെ ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും ഞങ്ങളുടെ പന്തലിൽ വന്നു. VM സുധീരനും കുഞ്ഞാലിക്കുട്ടി അവർകളും അതുപോലെ ET മുഹമ്മദ് ബഷീറും ഒക്കെ ഇടപെട്ടു. പിന്നെയും ഞങ്ങൾ തിരുവനന്തപുരത്ത് സമരം നടത്തി. അങ്ങനെയാണ് ഈ വകുപ്പ് തിരിച്ചു കിട്ടിയത്. അതിപ്പോൾ അട്ടിമറിക്കപ്പെടാൻ പോവുകയാണ്. ഞങ്ങൾ ഡോക്ടർ KT ജലീലിന്റെ വീട്ടിൽ ഞാൻ പോയി പറഞ്ഞിട്ടുണ്ട്, അതെങ്ങാനും അട്ടിമറിച്ചാൽ ഞങ്ങൾ വീണ്ടും മലപ്പുറം സമരം ആരംഭിക്കുമെന്ന്. അതൊക്കെ മദ്യനിരോധന സമര വിഷയം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അങ്ങനെ സമരം ഉണ്ടായാൽ നിങ്ങളൊക്കെ ആ ജിഹാദിൽ ഇടപെടണം. മലപ്പുറം സമരത്തിൽ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈവക്ക്, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി പോയിട്ട് തൗബ ചെയ്തോളൂ. അല്ലാ, ഞങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് ഞങ്ങൾ പോയിട്ടില്ല. ഇനി എന്തായാലും ഞങ്ങളെ പോകാൻ തൗഫീക്ക് നൽകണമേ. വരാത്തത് തൗഫീക്കില്ലാഞ്ഞിട്ടാ. തൗഫീക്ക് വേണം. ഞങ്ങളൊക്കെ ഈ രംഗത്ത് സമർപ്പിച്ചത് ദൈവം നൽകിയ ഒരു തൗഫീക്ക് വേണം. ഞാൻ മാത്രമല്ല, എൻ്റെ ഭാര്യയുണ്ട്. എൻ്റെ ഭാര്യയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. വെളിച്ചം പദ്ധതിയിലൂടെ ഖുർആന്റെ 3 പരീക്ഷ എഴുതി 3ലും 95% മാർക്ക്, 1ലും 100 മാർക്ക്, എന്നിട്ട് 10,000 ഉറുപ്പിക സമ്മാനവും കിട്ടിയ സ്ത്രീയാണ് എൻ്റെ ഭാര്യ. ഈ സമരത്തിൽ എന്നോടൊപ്പമുണ്ട്, എല്ലായിടത്തുമുണ്ട്. ഇന്നൊരു ചാനൽ ചർച്ചയിലുണ്ടായി.